ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ EVM നിരോധിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി കേന്ദ്ര സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കടുത്ത ഭാഷയിലാണ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഗുരുതരമായ വിശ്വാസ പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. അതോടെയാണ് പ്രതിപക്ഷ സഖ്യം ഇപ്പോൾ പോരാട്ടം കടുപ്പിക്കുന്നത്. EVM സംവിധാനത്തിലൂടെ ജനങ്ങളുടെ വോട്ട് അർത്ഥശൂന്യമാവുകയാണെന്നും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും ഇന്ത്യ മുന്നണി നേതാക്കൾ ഈ വിഷയത്തിൽ തുറന്നടിക്കുന്നുണ്ട്. വോട്ട് ചെയ്യുന്നത് ജനങ്ങളായാലും സർക്കാർ രൂപീകരിക്കുന്നത് യന്ത്രങ്ങളാണെന്ന സ്ഥിതിയിലേക്ക് രാജ്യം തള്ളപ്പെടുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം. ചോദ്യങ്ങൾ ഉയരുമ്പോൾ അവയെ രാഷ്ട്രീയ പ്രചരണം എന്ന പേരിൽ തള്ളിക്കളയുകയാണ് കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. EVMകളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാങ്കേതിക തകരാറുകളും വോട്ടുകൾ മാറിയെന്ന പരാതികളും അധികാരികൾ മനഃപൂർവ്വം അവഗണിക്കുകയാണ്. ഇത്തരം ഗുരുതര പരാതികൾ ഉണ്ടായിട്ടും സമഗ്രമായ അന്വേഷണം പോലും നടത്തുവാൻ തയ്യാറാകാത്തത് സംശയങ്ങൾ കൂടുതൽ ശക്തമാക്കുന്ന ഒരു കാര്യമാണ്. മുഴുവൻ പേപ്പർ ബാലറ്റുകൾ പരിശോധനയ്ക്ക് അധികാരികൾ ഭയപ്പെടുന്നത് എന്താണെന്ന ചോദ്യം വളരെ പ്രസക്തമായി ഉയരുന്നു. 5% സാമ്പിൾ പരിശോധന ജനാധിപത്യത്തിന് അതൊരു പരിഹാസമാണ്. ലോകത്തിലെ നിരവധി വികസിത രാജ്യങ്ങൾ EVM ഉപേക്ഷിക്കുമ്പോൾ ഇന്ത്യയിൽ അത് പിടിച്ചു നിർത്തുന്നത് ചില പ്രത്യേക താല്പര്യം കൊണ്ടല്ലാതെ മറ്റൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിയുടെ ഉപകരണമായി മാറുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് കാണാൻ സാധിച്ചത്. ഭരണകക്ഷിക്ക് അനുകൂലമായ തീരുമാനങ്ങൾ മാത്രം എടുക്കുകയും പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾ അത് പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുന്നത് കമ്മീഷന്റെ വിശ്വാസത തന്നെ തകർക്കുന്ന ഒരു കാര്യമാണ്. EVM വിഷയത്തിൽ പ്രതികരിക്കുന്നവരെ രാജ്യവിരുദ്ധരെന്നോ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തോറ്റവരുടെ കരച്ചിലെന്നോ മുദ്രകുത്തുന്ന ഒരു സമീപനമാണ് നിലവിൽ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ജ്ഞാനേഷ് കുമാർ അടക്കമുള്ളവർ കൈക്കൊണ്ടുവരുന്നത്. ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. പാർലമെന്റിനകത്തും പുറത്തുമായി EVM വിഷയത്തിൽ സമരം ശക്തമാക്കുമെന്ന പ്രഖ്യാപനമാണ് ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത്. രാജ്യവ്യാപക പ്രക്ഷോഭങ്ങളും നിയമപോരാട്ടങ്ങളും ഉൾപ്പെടെയുള്ള നടപടികൾക്ക് തയ്യാറാവുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം. EVM നിരോധന ആവശ്യം സുപ്രീം കോടതിയിൽ അതിശക്തമായ വാദത്തിന് കപിൽ സിബലിന്റെ നേതൃത്വത്തിൽ നേതാക്കന്മാർ ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ അഴിമതിയും അപാകതകളും നിയമപരമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് കപിൽ സിബലിന്റെ തീരുമാനം. അതേസമയം കേന്ദ്ര സർക്കാർ പതിവ് പോലെ തന്നെ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ്. എന്നാൽ വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറാകാത്തത് തന്നെ സംശയങ്ങൾക്ക് ശക്തി നൽകുന്ന കാര്യമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് EVM വിഷയത്തിൽ ഉയരുന്ന ഈ കടുത്ത പോരാട്ടം രാജ്യത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ ചൂടുപിടിപ്പിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. EVM നിരോധിക്കണമെന്ന ഇന്ത്യ മുന്നണിയുടെ ശക്തമായ ആവശ്യം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ജനാധിപത്യ ചർച്ചകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രതിഷേധങ്ങളെ ഭരണകൂടം എങ്ങനെ നേരിടുമെന്നതാണ് ഇനി രാജ്യം ഉറ്റുനോക്കുന്നത്.